ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഈശോ രക്ഷകനാണെന്ന് ആഴത്തിൽ അറിയാനും ഈശോ നമുക്ക് തരുന്ന കൃപകളെ സ്വന്തമാക്കാനും ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. തൻ്റെ പ്രിയ ശിഷ്യർ ചോദിച്ചു, ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈശോ തന്നെ തൻ്റെ പ്രിയരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഏറ്റവും മനോഹരമായ പ്രാർത്ഥന, കർത്തൃ പ്രാർത്ഥന എന്ന് സഭ വിളിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന. നമ്മുടെ ഏതൊരു പ്രാർത്ഥനയിലും കൂട്ടിച്ചേർക്കുന്ന മനോഹരമായ പ്രാർത്ഥന. എല്ലാ പ്രാർത്ഥനകളുടെയും എല്ലാ നിയോഗങ്ങളുടെയും ആഴമറിയുന്ന ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഈ കൃപ സ്വന്തമാക്കാൻ കഴിയുക. 7 യാചനകളിലൂടെയാണ് ഈ പ്രാർത്ഥന നമ്മുടെ മുന്നിൽ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രധാനമായിട്ടും ഈ പ്രാർത്ഥനയെ വിളിക്കുന്നത് കർത്തൃ പ്രാർത്ഥനയാണ്. ദൈവത്തോട്, ദൈവത്തിൻ്റെ ജനം, ദൈവം തന്നെ പഠിപ്പിച്ച പ്രാർത്ഥന വഴി ദൈവത്തോട് അപേക്ഷിക്കുന്ന പ്രാർത്ഥന. തോമസ് അക്വിനാസ് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഇതുപോലെ പൂർണ്ണതയുള്ള മറ്റൊരു പ്രാർത്ഥന കത്തോലിക്ക സഭയിലില്ല. തോമസ് അക്വിനാസ് പറയാണ്, പൂർണ്ണതയുടെ ഒരു പ്രാർത്ഥനയാണ്. കാരണം അത് ദൈവ-മനുഷ്യ ബന്ധത്തെയും മനുഷ്യ ദൈവ ബന്ധത്തെയും മനുഷ്യ സമൂഹ ബന്ധത്തെയും മനുഷ്യ പ്രകൃതി ബന്ധത്തെയും കൂട്ടിണക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വചനം ഏറ്റുപറയുമ്പോൾ ദൈവം പഠിപ്പിച്ച ആ കൃപയിലേക്ക് നമ്മൾ സ്വന്തമാകണം. പ്രധാനമായിട്ടും സഭയുടെ മതബോധന ഗ്രന്ഥത്തെ യുവജനങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണ് യുവജന മതബോധന ഗ്രന്ഥം അല്ലെങ്കിൽ യുക്കാറ്റ്. യുക്കാറ്റിൽ 513 ഖണ്ഡിക പറയുന്നത്, 513 യുക്കാറ്റ് 513 ഖണ്ഡിക പറയാണ്, കരുണ നിറഞ്ഞ പിതാവിനോടുള്ള 7 അപേക്ഷകളാണ് യഥാർത്ഥത്തിൽ കർത്തൃ പ്രാർത്ഥന. 7 അപേക്ഷകളാണ് നമ്മോട് കരുണ കാണിക്കുന്ന ദൈവത്തോടുള്ള 7 അപേക്ഷകളാണ് ഈ പ്രാർത്ഥനയിൽ ചേർത്തിരിക്കുന്നത്. അതിനെ 2ആയിട്ട് തിരിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. ഒന്ന്, ആദ്യത്തെ 3 അപേക്ഷകൾ ദൈവത്തെ ശരിയായി സേവിക്കുന്നതിനുള്ള അപേക്ഷകളാണ്. ഞാൻ ദൈവത്തെ എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ മനസ്സിലാക്കണം, ഞാൻ എങ്ങനെ ദൈവിക കാര്യങ്ങളെ സ്വീകരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ 3 അപേക്ഷകൾ. അവസാനത്തെ 4 അപേക്ഷകൾ പിതാവിനോട് മക്കൾക്ക് അവകാശപ്പെടാവുന്ന മൗലിക അവകാശങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ അവകാശപ്പെടുന്ന കാര്യങ്ങൾ. ഇവിടെ നമ്മൾ ഒത്തിരി ആഗ്രഹങ്ങൾ ആവശ്യപ്പെടുമ്പോഴും ഇതെല്ലാം കൂട്ടിണക്കിയ ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ അവസാനത്തെ 4 അപേക്ഷകൾ. ശരിക്കും ഇതിൽ കൂടുതലൊന്നും നമുക്ക് ചോദിക്കാനില്ല. നമുക്ക് ചോദിക്കാനുള്ള എല്ലാ കാര്യങ്ങളിലും അത് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 2759 ഖണ്ഡിക മുതൽ 2865 വരെയുള്ള ഖണ്ഡികകൾ കൃത്യമായിട്ട് ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 7 അപേക്ഷകൾ. എന്താണ് ആ 7 അപേക്ഷകൾ? ഒന്നാമത്തെ അപേക്ഷ, പിതാവിൻ്റെ നാമം പരിശുദ്ധമാണ് എന്നുള്ള ചിന്ത. ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ചിന്തയാണ് കത്തോലിക്ക സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. 2ആമത്തെ ചിന്ത ഇതാണ്, രാജ്യം വരണം, ദൈവത്തിൻ്റെ രാജ്യം, ക്രിസ്തു സ്ഥാപിതമായ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാക്കണം. അതുപോലെ ആ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. 3ആമത്തേത്, ദൈവ ഇഷ്ടം നിറവേറ്റണം, ചിത്തം നിറവേറ്റപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പദ്ധതികളല്ല, ദൈവിക പദ്ധതികൾ നിറവേറാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. 4ആമത്തേത്, ദിവസവും അപ്പം തരുന്നതിന് വേണ്ടി ശാരീരികവും ആത്മീകവുമായ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യം, നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തയും ബോധ്യവും അത് സ്വീകരിക്കാനുള്ള കൃപയും നമുക്ക് വേണം. 5ആമത്തെ കാര്യം, പാപങ്ങൾ ക്ഷമിക്കപ്പെടണം. പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ ദൈവസന്നിധിയിൽ അനുദപിക്കാനുള്ളൊരു ചിന്ത, കൃപ നമുക്ക് വേണം. 6ആമത്തത് അപേക്ഷ ഇതാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ. ജീവിതത്തിലെ പരീക്ഷണങ്ങളും പരീക്ഷകളിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ തോൽപ്പിക്കാനുള്ള കൃപ. 7ആമത്തത്, ദോഷത്തിൽ നിന്ന് വിടുതൽ, തിന്മയിൽ നിന്ന്, തിന്മയുടെ ആസക്തികളിൽ നിന്ന് വിടുതൽ ലഭിക്കേണ്ട കൃപ.
പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള 7 അപേക്ഷകളും 7 കൃപാവരങ്ങളും നമ്മിലേക്ക് ഒഴുകുന്നതാണ് യഥാർത്ഥത്തിൽ കർത്തൃ പ്രാർത്ഥന, അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, വിശുദ്ധനായ അഗസ്തീനോസ് പറയുന്നൊരു വാചകമുണ്ട്. ഈ പ്രാർത്ഥനയിൽ നമ്മൾ ചോദിക്കേണ്ട എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും മറ്റേതെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതും ഇതിനകം ഇവിടെ അടങ്ങിയിരിക്കുന്നു. അഗസ്തീനോസ് പറയുക, ഈ പ്രാർത്ഥനയിൽ നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾച്ചേർന്നിരിക്കുന്നു. ആരെങ്കിലും മറ്റു പലതും ചോദിക്കുന്നുണ്ടെങ്കിൽ അതും ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൂർണ്ണതയുടെ ഒരു പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. പ്രിയപ്പെട്ട, നമ്മൾ ഓരോ വാക്കുകളെയും ഒന്ന് ധ്യാനിക്കുമ്പോഴാണ് ഈ കർത്താവിൻ്റെ സ്നേഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഒന്നാമത്തതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആരാണ് നമ്മുടെ പിതാവ്? സ്വർഗസ്ഥനായ പിതാവാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കഥ ഓർത്തു പോവുകയാണ് ഈ ഒരു പ്രാർത്ഥനയെ കൂടുതൽ ആഴപ്പെടാൻ നമുക്ക് മനസ്സിലാവും, ഈ ഒരു വാക്ക് മനസ്സിലാകാൻ. ഒരിക്കലും ഒരു പ്രാർത്ഥനാകാരൻ്റെ വീട്ടിലേക്ക് ഒരു ഭിക്ഷാടകൻ കടന്നു വരുന്നു. അദ്ദേഹം കഴിക്കാത്ത ഭക്ഷണത്തെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ ആ പ്രാർത്ഥനക്കാരൻ ഭക്ഷണം വിളമ്പുന്നു. അദ്ദേഹവും ചൊല്ലിക്കൊടുത്ത പ്രാർത്ഥന ഇത് തന്നെയായിരുന്നു, സ്വർഗസ്ഥനായ പിതാവ്. എന്നാൽ ഈ പ്രാർത്ഥനക്കാരൻ്റെ മുന്നിൽ ഭിക്ഷാടകൻ ചൊല്ലിയത് സ്വർഗസ്ഥനായ നിന്റെ പിതാവ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണേ, 3 പ്രാവശ്യം ഇതുപോലെ ചൊല്ലിയപ്പോൾ ഈ പ്രാർത്ഥനക്കാരൻ ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ തടഞ്ഞു. അപ്പോൾ ഈ ഭിക്ഷാടകൻ ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? എൻ്റെ അപ്പനും നിൻ്റെ അപ്പനും ഒന്നായിരുന്നുവെങ്കിൽ നീ എന്നെ വീട്ടിലകത്തിരുത്തി ഭക്ഷണം തന്നേനെ. എൻ്റെ അപ്പനും നിൻ്റെ അപ്പനും ഒന്നായിരുന്നെങ്കിൽ നീ തലേദിവസത്തെ എച്ചിൽ വെച്ചിട്ട് എന്നോട് ഈ പ്രാർത്ഥന ചൊല്ലാൻ പറയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, എല്ലാവരുടെയും അപ്പൻ ഒന്നാണ്. നമ്മൾ ഈ ഭാരതത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും പ്ലഡ്ജ് ചൊല്ലും, അല്ലെങ്കിൽ പ്രതിജ്ഞ ചൊല്ലും. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരന്മാരാണ്. ശരിക്കും ഈശോ പറയുന്നത് ഭാരതീയർ മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ സഹോദരങ്ങളും സഹോദരികളും ഈ അപ്പൻ്റെ കീഴിൽ ഒരു മക്കളായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരു അപ്പൻ്റെ മക്കളാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഈശോയുടെ അപ്പൻ തന്നെയാണ് നമ്മുടെ അപ്പൻ. അതുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ച് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ചിന്തിച്ചു നോക്കണേ, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ അല്ല, പ്ലൂരലാണ്. ഈശോ പഠിപ്പിക്കുന്നത് നമ്മുടെ അപ്പൻ എന്നാണ്. ഈശോയുടെ അപ്പൻ തന്നെയാണ് നമ്മുടെ അപ്പൻ. അതുകൊണ്ട് ഈശോയുടെ പ്രവൃത്തി മൂലം അപ്പനെ വെളിപ്പെടുത്തിയെങ്കിൽ നമ്മൾ നമ്മുടെ പ്രവൃത്തി മൂലം ദൈവത്തെ വെളിപ്പെടുത്തണം. വിശുദ്ധനായ ഫ്രാൻസിസ് അസീസി ഇപ്രകാരമാണ് പറയുന്നത്, എല്ലാ സൃഷ്ടികളും ഒരേ പിതാവിൻ്റെ മക്കളാണ്. എല്ലാ സൃഷ്ടികളും ഒരേ ഒരു അപ്പൻ്റെ മക്കളാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാം സഹോദരങ്ങളാണ്, നമ്മുടെ സ്വന്തങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസി പ്രകൃതിയെ സ്നേഹിച്ചത്, എല്ലാവരിലും ക്രിസ്തുവിനെ കാണാൻ കഴിഞ്ഞതും ലോകം അദ്ദേഹത്തെ 2ാം ക്രിസ്തുവെന്ന് വിളിക്കപ്പെട്ടതും. മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ 23-ാം അധ്യായം 9-ാം തിരുവചനം പഠിപ്പിക്കുക, ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്, എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. ഭൂമിയിൽ നിങ്ങൾ മറ്റാരെയും പിതാവെന്ന് വിളിക്കരുത്. നമുക്കറിയാം, ഈശോയുടെ പിതാവ് സ്വർഗസ്ഥനായ പിതാവായിരുന്നു. ഈശോയുടെ വളർത്തപ്പൻ ഔസേ പിതാവായിരുന്നു. ഈശോ 2 പേരെയും കാണുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. സ്വർഗസ്ഥനായ യഥാർത്ഥ പിതാവിൻ്റെ മുഖം കാണുകയും ഭൂമിയിലെ വളർത്തപ്പനെ സ്നേഹിക്കുകയും ചെയ്ത ഈശോയുടെ മുഖം നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, വളർത്തപ്പനെ ഒത്തിരി സ്നേഹിക്കുമ്പോഴും സ്വർഗത്തിലെ യഥാർത്ഥ അപ്പൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അപ്പനെ അറിയാത്തവരെ പോലെ നമ്മളായിരിക്കരുത്. അതുകൊണ്ട് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഈ പ്രാർത്ഥനയുടെ ആദ്യ ആഴം ചിന്തിക്കണം. ഒരിക്കൽ ഫ്രാൻസിസ് അസീസി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സ്വർഗസ്ഥനായ പിതാവ് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലിയിട്ട് അദ്ദേഹം ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരന് തുല്യമായ ബ്രദറായിരിക്കുന്ന ലിയോ വന്നിട്ട് ഫ്രാൻസിസിൻ്റെ തോളിൽ തട്ടുന്നുണ്ട്. ഫ്രാൻസിസ്, എന്താണ് നീ പ്രാർത്ഥിക്കുന്നത്? ഫ്രാൻസിസ് പറഞ്ഞു, നീ അല്പസമയം കഴിഞ്ഞിട്ട് വാ. അങ്ങനെ പിന്നെയും ചെന്നപ്പോൾ ഫ്രാൻസിസ് അതേ മുട്ടിന്മേൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ 1, 2, 3 ദിവസം ഇങ്ങനെ നിൽക്കുകയാണ്. ലിയോയോട് പറഞ്ഞു, ഞാൻ ഒരു പ്രാർത്ഥനയുടെ ആദ്യ വരിയിൽ നിൽക്കുകയാണ്, അതിതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എന്തോരം ആഴമാണ്, എന്തോരർത്ഥമാണ് ഈ വരിയുടെ ആഴങ്ങൾ കിടക്കുന്നത്. ലോകത്തിലുള്ള എല്ലാവരും എൻ്റെ അപ്പൻ്റെ മക്കളാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് കിട്ടുന്നു.
യോഹന്നാന്റെ സുവിശേഷം 12:45 എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു, എന്നെ അയച്ചവനെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം കാണുന്നത് പോലെ മറ്റുള്ളവർക്കും നമ്മിലൂടെ ദൈവത്തെ കാണാൻ കഴിയണം. നമ്മൾ ദൈവത്തിൻ്റെ കണ്ണാടികളായിട്ട് മാറാനായിട്ട് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തത്, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അവിടുത്തോട് നീതി പുലർത്തുകയും അവിടുത്തെ അംഗീകരിക്കുകയും അവിടുത്തെ ആരാധിക്കുകയും അവിടുത്തെ അർഹമായ ബഹുമതി നൽകുന്നവനാണ് അങ്ങയുടെ നാമം പൂജിതമാകണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയുക. പ്രിയപ്പെട്ടവരെ, 10 കൽപ്പനകളുടെ ആഴം കിടക്കുന്നതോ ഒന്നാമത്തത് സ്വർഗസ്ഥനായ പിതാവ്, അത് 1-ാം പ്രമാണവുമായി ബന്ധപ്പെട്ടതാണ്. 2-ാം പ്രമാണവുമായി ബന്ധപ്പെട്ടതാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ നാമം നമ്മൾ പ്രതി മഹത്വപ്പെടുന്നുണ്ടോ? 2 സാമുവേൽ 7:26 അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. സർവശക്തനായ കർത്താവ് ഇസ്രായേലിൻ്റെ ദൈവമാണെന്ന് പ്രഘോഷിക്കപ്പെടട്ടെ. അങ്ങയുടെ ദാസനായ ദാവീദിൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ സുസ്ഥിതമാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ ദൈവനാമത്തെ ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തണം. നമ്മുടെ പ്രവൃത്തികൾ ഈ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതാകണം. സങ്കീർത്തന പുസ്തകത്തിലെ 8:9 പറയുക, കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അസത്യങ്ങൾ പറയുമ്പോഴും ദൈവനാമത്തെ സത്യം ചെയ്ത് നുണ ചെയ്യുമ്പോഴും അറിയുക, ദൈവനാമത്തെ എവിടെയൊക്കെയോ നമ്മൾ വികൃതമാക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 64:7-8 തിരുവചനം പറയുക, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവൻ ആരുമില്ല. അങ്ങ് ഞങ്ങളിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിലേക്ക് അങ്ങ് ഞങ്ങളെ വിട്ടയച്ചിരിക്കുന്നു. എന്നാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്. ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്. ഞങ്ങൾക്ക് രൂപം നൽകിയ അങ്ങയുടെ നാമം ഞങ്ങളെ കാണുമ്പോൾ മനസ്സിലാക്കും. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണേ, ഒരു പേന, നമുക്കറിയാം, ഒരു പേന നമ്മൾ നല്ല ഭംഗിയിൽ എഴുതുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മേടിച്ചിട്ട് ചിന്തിക്കുക, നമുക്കതുപോലെ ഒരിക്കലും എഴുതാൻ പറ്റില്ല. കാരണം പേനയുടെ ഗുണമല്ല, മറിച്ച് എഴുതാനുള്ള ആ കരത്തിൻ്റെ, അല്ലെങ്കിൽ വരയ്ക്കാനുള്ള ആ കരത്തിൻ്റെ കഴിവാണ്. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ കരത്തിലിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമം നമ്മിലൂടെ പ്രഘോഷിക്കപ്പെടണം. അല്ലാതെ നമുക്കൊറ്റയ്ക്ക് ദൈവത്തിൻ്റെ മഹത്വം ഈ ലോകത്ത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തിൽ ഈ മഹത്വം വിളിച്ചൂതാൻ കഴിയണം. വിശുദ്ധനായ സിറിൽ ഓഫ് ജെറൂസലേം പറയുന്നത് ഇങ്ങനെയാണ്, സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുമ്പോൾ നാം എല്ലാവരും സഹോദരങ്ങളാണെന്ന് തിരിച്ചറിയണം. ഈ ലോകത്തിൻ്റെ സഹോദരനാണ്. നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണാൻ കഴിയണം. നമ്മെ നോക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം ലഭിക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവരെ തേടിപ്പോകുന്ന മനുഷ്യരുണ്ട്. അങ്ങനെയുള്ളവരുടെ പുഞ്ചിരികൾക്ക് മുന്നിൽ ആശ്വാസം ലഭിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ ജീവിതത്തിൽ രണ്ടാമത്തെ കാര്യം, അങ്ങയുടെ നാമം പൂജിതമാകണമേ. മൂന്നാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, അങ്ങയുടെ രാജ്യം വരണമേ. നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യം എപ്രകാരം കടന്നു വരും? ദൈവരാജ്യം സ്വന്തമാക്കാൻ അവകാശപ്പെട്ട ആത്മാക്കളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള ചുറ്റുപാടുകളിലും ലോകരാജ്യം അതിശക്തമാകുമ്പോൾ തിരിച്ചറിയുക, ദൈവരാജ്യം അതിൽ നിന്ന് നമ്മൾ കടന്നു പോകണം. ചിലപ്പോൾ ദൈവരാജ്യം ഇടുങ്ങിയ വഴിയായിരിക്കും. വിസ്താരമുള്ളത് ഈ ലോകത്തിൻ്റെ രാജ്യമാകുമ്പോൾ എങ്ങനെ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ നോക്കും? കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ 48 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ പൗലോസ്ലീഹ കൃത്യമായിട്ടും ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് വന്നവൻ എങ്ങനെയോ അങ്ങനെയായിരിക്കും ഭൗമികൻ, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെയായിരിക്കും സ്വർഗീയരും. നമ്മൾ ഭൗമികൻ്റെ സാദൃശ്യം ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ സാദൃശ്യവും ധരിക്കും. സഹോദരരെ, ശരീരത്തിൻ്റെ രക്തത്തിൻ്റെയോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ല. നശ്വരമായ അനശ്വരതയിൽ നിന്നോ അവകാശപ്പെടുത്തുവാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അനശ്വരതയിലേക്ക് നോക്കണം. ഈ നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്ക് കടക്കാനുള്ള ഒരു കൃപ നമുക്ക് വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം അവകാശപ്പെടുത്താത്ത ചില തിന്മകൾ നമ്മുടെ ഉള്ളിലുണ്ടാകരുത്. ഈ കർത്തൃ പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ കുറിച്ചിടേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന കാര്യം. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 18 മുതലുള്ള വാക്യം പറയുക, ആത്മാവിനെ നിങ്ങൾ
ആത്മാവിനാൽ നയിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴിലില്ല. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. എന്താണത്? വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മദിരോത്സവം ഇവയ്ക്ക് ദൃശ്യമായ പ്രവൃത്തികളുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവർക്കാർക്കും ദൈവരാജ്യം അവകാശപ്പെടുത്താൻ കഴിയില്ല. നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴും ദൈവരാജ്യത്തിൽ എത്തണമെങ്കിൽ ചില പ്രവൃത്തികളിൽ മാറ്റം വരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തത് ദൈവത്തിന് അങ്ങയുടെ രാജ്യം വരണം. അങ്ങയുടെ രാജ്യത്തിലേക്ക് നമ്മൾ ചേർക്കപ്പെടണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെയും നിങ്ങളുടെ ഇടയിൽ ഈ ദൈവരാജ്യം കടന്നു വരുന്നുണ്ടോ? ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ എത്രമാത്രം ഒരുക്കപ്പെട്ടിട്ടുണ്ട്? ഈ വിമലഹൃദയ പ്രതിഷ്ഠ ചെല്ലുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ടാണോ ജീവിക്കുന്നത്? ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ അല്ല. ഈ ഭൂമിയിലെ ത്യാഗങ്ങളും പരിത്യാഗങ്ങളും സഹനങ്ങളും കടന്നു ചെന്ന് യഥാർത്ഥ രാജ്യം. സ്വർഗത്തിൻ്റെ ഭാഷ എന്താണ് പ്രിയപ്പെട്ടവരെ? ജർമ്മനി പോകണമെങ്കിൽ നമുക്ക് ജർമ്മനി എന്ന ഭാഷ അല്ലെങ്കിൽ ജർമ്മൻ ഭാഷ പാസ്സാവണം. ഇറ്റലി പോകണമെങ്കിൽ ഇറ്റാലിയൻ അറിയണം. ഓരോ രാജ്യത്തിന് അതിൻ്റെതായ ഭാഷയുണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെ ഭാഷയുണ്ട്. അത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഹല്ലേലൂയ, 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 ആമേൻ. നമുക്കറിയാം, ഈ ഹല്ലേലൂയ എന്ന വാക്കിനർത്ഥം ദൈവത്തിന് സ്തുതി എന്നാണ്. ആമേൻ എന്ന് പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കട്ടെ. 3 പ്രാവശ്യം ഹല്ലേലൂയ പറയുമ്പോൾ ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി, അപ്രകാരം എപ്പോഴും ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. സ്വർഗത്തിൽ 24 മണിക്കൂറും സമയങ്ങളില്ലാത്ത രാജ്യമാണ് സ്വർഗം. അവിടെ എപ്പോഴും മാലാഖമാർ, വിശുദ്ധർ ദൈവത്തെ മഹത്വപ്പെടുത്തും. കാരണം അങ്ങയുടെ രാജ്യത്ത് അങ്ങയല്ലാതെ മറ്റാരെ മഹത്വപ്പെടുത്തും? ദൈവം സ്ഥാപിച്ച ഈ ഭൂമി എന്ന രാജ്യത്തിലും നമുക്ക് അതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കൃപ വേണം പ്രിയപ്പെട്ടവരെ. അതിനായിട്ട് പ്രാർത്ഥിക്കണം. നാലാമത്തത്, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ദൈവേഷ്ടം നടത്തണം. വിശുദ്ധനായ ചാവറ പിതാവ് പറഞ്ഞത്, ദൈവേഷ്ടം നടക്കും, അത് നടത്തും. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ദൈവദാസനായ കനീഷ്യസ് അച്ഛൻ പറഞ്ഞൊരു വാചകം ഓർത്തു പോകുക, ദൈവഹിതം അത് മുഴുവൻ, അത് മാത്രം. ഞാൻ ഒരിക്കലും ഒരു ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചിന്ത എൻ്റെ ഉള്ളിൽ ഒരു ഗാനരൂപത്തിൽ വന്നു. അതിപ്രകാരമാണ്, ദൈവേഷ്ടം അത് മുഴുവൻ, അതുമാത്രം ഞങ്ങളിൽ നിറവേറട്ടെ. ദൈവേഷ്ടം അത് മുഴുവൻ, അതുമാത്രം ഞങ്ങളിൽ നിറവേറട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ ഇഷ്ടം ഞങ്ങളിൽ നിറവേറാൻ നമ്മൾ ഇന്നും പ്രാർത്ഥിക്കണം. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? നമ്മളത് വചനത്തിൽ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. 1 തെസ്സലോനി 5-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കട്ടെ. തമ്മിൽ സദാസമയം നന്മ ചെയ്യട്ടെ. 2-ാമത്തെ കാര്യം, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കണം. പിന്നീട് പറയാണ്, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കാൻ. ഇതാണ് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തുള്ള നിങ്ങളെ പറ്റിയുള്ള ദൈവഹിതം. ഈ ദൈവഹിതത്തിനായിട്ടാണ് നമ്മൾ ഒരുങ്ങേണ്ടത് പ്രിയപ്പെട്ടവരെ. 5-ാമത്തെ കാര്യം, അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. നമ്മളെല്ലാം ചിന്തിക്കുക നമ്മുടെ ഭൗതിക ഭക്ഷണത്തെക്കുറിച്ചാണ്. അതല്ല ഇവിടെ പറയുന്നത്, പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. ആ ആഹാരമാണ് ജീവൻ നൽകുന്നത്, നിത്യജീവനിലേക്ക് നയിക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ദൈവം കൊടുത്ത ആ ആഹാരമാണ് നമുക്ക് വേണ്ടത്. ആ ആഹാരം കഴിക്കുമ്പോൾ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളിൽ നമുക്ക് കൃപ ലഭിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 6-ാമത്തത്, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും കടങ്ങളും ക്ഷമിക്കണമേ. ഏറ്റവും മനോഹരമായൊരു വരിയാണിതിൽ. ഞങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കേണ്ടെന്ന് ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കാതെ ഈ പ്രാർത്ഥന ചെല്ലിയാൽ എവിടെയോ നമുക്കൊരു ഉത്തിരിപ്പ് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ തിരിച്ചറിയുക, എഫെസോസ് 4:32, ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയ പരമാർത്ഥതയോടെ പെരുമാറണം. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാതെ ഈ പ്രാർത്ഥന ചെല്ലരുത്. ദൈവസന്നിധിയിൽ ദൈവം പഠിച്ച പ്രാർത്ഥനയിൽ കൃത്യമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുക, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. 2 കൊരിന്തോസ് 2:10 വചനം പറയുക, നിങ്ങൾ ക്ഷമിക്കുന്നവരോട് ഞാനും ക്ഷമിക്കും. അതുകൊണ്ട് എൻ്റെ മാത്രം ജീവിതത്തിൻ്റെ കടമല്ല, ഞാൻ ക്ഷമിക്കുമ്പോൾ അപരൻ്റെ കട കൂടിയും അവിടെ ജീവിതത്തിൽ ഇളച്ചു കൊടുക്കുന്നൊരു ദൈവത്തെ കാണാം.
അവസാനത്തത് പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. സാത്താൻ ഉണ്ടെന്നും സാത്താൻ്റെ പ്രലോഭനം നിനക്ക് ചുറ്റുമുണ്ടെന്നും കൃത്യമായിട്ട് കർത്തൃ പ്രാർത്ഥനയിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുക. അതുകൊണ്ട് ആ പ്രലോഭനം ഉണ്ടാകുമ്പോൾ എങ്ങനെ നേരിട്ട് തോൽപ്പിക്കാൻ ദൈവത്തിൻ്റെ കൃപ വേണം. അതാണ് അവസാനത്തെ അപേക്ഷയെ കെടുക്കുന്നത്. സുഭാഷിതം 1:10, മകനെ, പാപികളുടെ പ്രലോഭനത്തിന് നീ വഴങ്ങരുത്, നിന്റെ ചുറ്റുമുള്ള പ്രലോഭനങ്ങൾക്ക് നീ നിന്നു കൊടുക്കരുത്. മത്തായി ശ്രീകാട് സുവിശേഷം 18-ാം അധ്യായം 7-8 തിരുവചനം പറയുക, പ്രലോഭനങ്ങൾ നിമിത്തം നിങ്ങൾക്ക് ദുരിതമുണ്ടാകും, അതുകൊണ്ട് പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം.